മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫീഡ് ആൻഡ് ഫീഡിങ് ഓഫ് പോൾട്രി. നമ്മൾ പാർട്ട് 1 പഠിച്ചായിരുന്നു. അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ പാർട്ട് 2 ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഫോംസ് ഓഫ് ഫീഡുകൾ, എങ്ങനെയൊക്കെയുള്ള തരത്തിലാണ് ഫീഡുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് അതെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫോംസ് ഓഫ് ഫീഡ്. അതിൽ പോൾട്രി റേഷൻസ് ആർ അവൈലബിൾ ഇൻ മാഷ് ഓർ പെല്ലറ്റ് ഫോം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോൾട്രി ഫീഡ് നമുക്ക് മാർക്കറ്റിൽ മാഷ് അല്ലെങ്കിൽ പെല്ലറ്റ് ഫോമിൽ രണ്ട് രീതിക്ക് അത് അവൈലബിൾ ആണ്. ഐ മീൻ മാഷ് അല്ലെങ്കിൽ പെല്ലറ്റ് രൂപത്തിൽ അവൈലബിൾ ആണ്. ഒന്നാമത്തത് മാഷ് എന്ന് പറയുന്ന രീതി. ഓക്കെ, മാഷ് എന്ന് വെച്ചാൽ എന്താണ്? ബേർഡ്സ് ഫൈൻലി ഗ്രൗണ്ട് മാഷസ് അൺപെലറ്റബിൾ, ഭയങ്കരമായിട്ട് നുറുക്കി പൊടിച്ച്, ഐ മീൻ നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ളത്, ഫൈൻ ആയിട്ടുള്ള, ഓക്കെ, അത് അവർക്ക് എന്താണ്? അൺപാലറ്റബിൾ ആണ് അല്ലേ? ഐ മീൻ എന്താണ്? അവർക്ക് അത് കഴിക്കുമ്പോൾ ഒരു രുചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഉള്ള ഒരു ഇതുണ്ട്, അവർക്ക് ചവച്ചരച്ച് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ സോ ദ ഫീഡ് ഇൻഗ്രീഡിയൻസ് ആർ ഗ്രൗണ്ട് ടു എ മീഡിയം പാർട്ടിക്കിൾ സൈസ് ടു ഫോം മാഷ് ഫീഡ്. അപ്പം മാഷ് ഫീഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടിച്ചതല്ല, ചെറുതായിട്ടൊരു മീഡിയം സൈസ് പാർട്ടിക്കിളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മീഡിയം സൈസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസിലുള്ള ഫീഡുകളാണ് നമ്മൾ മാഷ് രൂപത്തിൽ പോൾട്രികൾക്ക് ഫീഡ് ചെയ്യുന്നത്. ബട്ട് സം ഇൻഗ്രീഡിയൻസ് ലൈക്ക് റൈസ് പോളിഷ് വിൽ ഇൻ ദ ഫൈൻലി ഗ്രൗണ്ട് ഫോം ഓൺലി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച്, റൈസ് പോളിഷ് ഒക്കെ ആകുമ്പോൾ ഫൈൻ പൗഡറായിട്ട് ഉണ്ടാവുക, അതായത് ഈ നെല്ല് കുത്തി അതിൻ്റെ എന്താ പറയുക, നമ്മൾ ബൈ പ്രൊഡക്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പൊടി എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര ഫൈൻ ആയിട്ടുള്ള, ഭയങ്കര പൊടിയായിട്ടുള്ളതായിരിക്കും അതിൻ്റെയൊക്കെ പൊടി. പക്ഷെ അതൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. അതല്ലാതെ ബേർഡ്സിന് പൊതുവെ അവർക്ക് പെലറ്റബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന, രുചിയോടുകൂടി അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മീഡിയം സൈസ്ഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഫോമിലാണ് അവർ ഫീഡ് കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ആലോചിക്കുക. ആ ഫോമിനെ നമ്മൾ വിളിക്കുന്നതാണ് മാഷ് ഫോം. ഓക്കെ, എന്താണ് മാഷ് ഫോം എന്ന് കൃത്യമായി മനസ്സിലാക്കുക. മാഷ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം സൈസ്ഡ് പാർട്ടിക്കിൾ നമ്മൾ ഇവർക്ക് വേണ്ടി അവൈലബിൾ ആക്കും. ഓക്കെ, അതിനെയാണ് മാഷ് ഫോം എന്ന് വിളിക്കുന്നത്. ഇനി so there will be selection of ingredients by the birds. They will be pick out the larger cereal grain particle from the mash first, leave the finer material. അപ്പോൾ രണ്ട് ടൈപ്പ് മെറ്റീരിയൽ, ലാർജും സ്മോളും ഉണ്ടെന്നിരിക്കട്ടെ. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് ഫുഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പാത്രത്തിനകത്ത് ഉണ്ടെന്നിരിക്കട്ടെ. അതിൽ നിന്ന് അവർ ഒബ്വിയസ്ലി ലാർജ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ലാർജ് പാർട്ടിക്കിൾസ് ആയിരിക്കും അവർക്കും എന്താണ്? അവർക്കും ഒരു എന്തുണ്ട്? സെലക്ഷൻ ഉണ്ട്. അവർക്കും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ എന്തുണ്ട്? സെലക്ഷൻ ഉണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ എടുക്കുന്ന ഫീഡ് എന്ന് പറയുന്നത് ലാർജ് സൈസ്ഡ് പാർട്ടിക്കിൾ അടങ്ങുന്ന ഫീഡായിരിക്കും അവർ കൺസ്യൂം ചെയ്യുന്നത്. സ്മോൾ സൈസ്ഡ് പാർട്ടിക്കിളിൻ്റെ അവർ കൺസ്യൂം അത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, അടുത്തത് പെല്ലറ്റ് ഫോം. ഞാൻ പറഞ്ഞു മാഷ് അല്ലെങ്കിൽ പെല്ലറ്റ് രൂപം എന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെയാണ് പെല്ലറ്റ് ഫോം, പെല്ലറ്റുകളായിട്ടെന്ന് ആലോചിക്കുക. ദ മാഷ് ഈസ് കംപ്രസ്ഡ് ഇൻ ടു എ സിലിണ്ടറിക്കൽ പെല്ലറ്റ്സ്. അപ്പോൾ ഈ മാഷിനെ, ഈ മാഷായിട്ടുള്ള മീഡിയം സൈസ്ഡ് പാർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ കംപ്രസ് ചെയ്തിട്ട് എന്തായിട്ട് മാറ്റുന്നു? സിലിണ്ടറിക്കൽ പെല്ലറ്റ്സുകളായിട്ട് മാറ്റുന്നു. ഈ മാഷ് രൂപത്തിലുള്ള ഈ തരിതരി പോലുള്ള സാധനത്തിനെ നമ്മൾ ഉരുട്ടി എന്താക്കി മാറ്റുന്നു? സിലിണ്ടറിക്കൽ പെല്ലറ്റുകളായിട്ട് മാറ്റുന്നു ബൈ റണ്ണിങ് ത്രൂ പെല്ലറ്റിംഗ് മെഷീൻ. പെല്ലറ്റിംഗ് മെഷീനിലോട്ട് ഈ മീഡിയം സൈസ്ഡ് പാർട്ടിക്കിൾസിന് ഇട്ട് കൊടുത്താൽ മതി. അത് പെല്ലറ്റിംഗ് മെഷീൻ വഴി ഹീറ്റൊക്കെ എടുത്ത്, അല്ലെങ്കിൽ മോയ്സ്ചറും പ്രഷറും, അപ്പോൾ പ്രഷർ കൊടുക്കണം, മോയ്സ്ചർ കൊടുക്കണം, ഹീറ്റ് കൊടുക്കണം. ഓക്കെ, പ്രഷർ, മോയ്സ്ചർ, ഹീറ്റ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്താലാണ് നമുക്ക് എന്തായിട്ട് മാറുള്ളൂ? പെല്ലറ്റ് രൂപത്തിൽ, പെല്ലറ്റിംഗ് മെഷീൻസ് പെല്ലറ്റ് രൂപത്തിൽ ആക്കുള്ളൂ. ഓക്കെ, പെല്ലറ്റിംഗ് മെഷീൻസ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആക്കുക. പെല്ലറ്റിംഗ് മെഷീൻസിൻ്റെ സഹായത്തോടു കൂടി ഹീറ്റ്, മോയ്സ്ചർ, പ്രഷർ എന്നിങ്ങനെയുള്ള 3 ആളുകളെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ 3 കണ്ടീഷൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ നമ്മൾ സിലിണ്ടറിക്കൽ ഷേപ്സിലോട്ടുള്ള പെല്ലറ്റുകളായിട്ട് മാറ്റുന്നു. അതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുവഴി എന്താവുന്നു? ഫീഡ് വേസ്റ്റേജ് കുറയുന്നു. അതായത് നമ്മൾ ഒരുപാട് വേസ്റ്റ് കഴിക്കാനായിട്ട് അവർക്ക് പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് എന്ത് ചെയ്യും? ഇതെടുക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താവും? നമ്മൾ കൊടുക്കുന്ന ഫുഡൊക്കെ എന്താവും? വേസ്റ്റ് ആവും. അത് മാത്രമല്ല, നമ്മൾ അസുഖത്തിൻ്റെ, ഐ മീൻ ഡിസീസസിൻ്റെ ഏരിയ പഠിച്ചപ്പോൾ പറഞ്ഞു, ഫ്രഷ് ആയിട്ടുള്ള ഫീഡുകൾ മാത്രമേ നമ്മൾ ആർക്ക് കൊടുക്കാൻ പാടുള്ളൂ? പക്ഷികൾക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വേസ്റ്റേജ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് വളരെ
കാര്യക്ഷമമായി തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഫുഡ് വേസ്റ്റേജ് ഈ പെല്ലറ്റ് രൂപത്തിൽ കൊടുക്കുമ്പോൾ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് ഓർക്കുക. റെഡ്യൂസ് ലേബർ ഫോർ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ലേബേഴ്സിനെ അല്ലെങ്കിൽ തൊഴിലാളികളെ ചുമതലപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പെല്ലറ്റ് രൂപത്തിൽ അത് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ അത് തീറ്റയായിട്ട് എടുത്തുകൊള്ളും. ഓക്കെ, ഇനി സെലക്റ്റീവ് കൺസെപ്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ഈസ് എലിമിനേറ്റഡ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വലുതും ചെറുതും കൊടുക്കുമ്പോൾ വലുതെടുക്കുന്നു ചെറുതെടുക്കുന്നില്ല, അല്ലെങ്കിൽ മീഡിയം എടുക്കുന്നു ചെറുതെടുക്കുന്നില്ല, അങ്ങനെയുള്ള സെലക്ഷൻ ഒന്നും അവർക്ക് അവിടെ വരില്ല. പെല്ലറ്റ് രൂപത്തിൽ കൊടുക്കുമ്പോൾ അവർക്ക് ആകെ കൂടി ഒരു ഓപ്ഷനേ ഉള്ളൂ, പെല്ലറ്റ് മാത്രമേ ഉള്ളൂ. സോ അവർ പെല്ലറ്റ് തന്നെ ഓപ്റ്റ് ചെയ്യും. ഓക്കെ, ഫീഡ് ഡസ്റ്റിനെസ് ഈസ് റെഡ്യൂസ്ഡ്. നമുക്ക് എന്താണ്, ഒരുപാട് നമ്മൾ മീഡിയം സൈസ്ഡ് ഫൈൻ സൈസ്ഡ് ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ പൊടികളുടെ ഇതൊക്കെ വരും അല്ലേ. പെല്ലറ്റ് ആകുമ്പോൾ എന്താണ്, നമ്മൾ കംപ്രസ് ചെയ്ത് പ്രഷറും ഹീറ്റും മോയ്സ്ചറും യൂസ് ചെയ്ത് കംപ്രസ് ചെയ്ത് നമ്മളൊരു ഉരുളകളാക്കിയിട്ട് പെല്ലറ്റ് വട്ടമുള്ള സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് നമ്മൾ അവരെ അത് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫീഡിൻ്റെ ഡസ്റ്റിനെസ്, ഈ പൊടി പോലുള്ള സംഭവമൊക്കെ കുറയും. ഓക്കെ, ദെൻ പെല്ലറ്റിംഗ് ഡിസ്ട്രോയ് സം ബാക്ടീരിയ ഇൻ ദ ഫീഡ്. നമുക്ക് ഈ ഡസ്റ്റ് ഫോമിലൊക്കെ ആണെങ്കിൽ ബാക്ടീരിയ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെല്ലറ്റിംഗ് ആക്കുന്ന സമയത്തിൽ ആ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ പെല്ലറ്റിംഗ് ഡിസ്ട്രോയ് സം ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ ദ ഫീഡ്. അപ്പോൾ പെല്ലറ്റിംഗ് വഴി ബാക്ടീരിയയുടെ വളർച്ച തടയുകയും ബാക്ടീരിയയുടെ ഗ്രോത്ത് അവിടെ എന്താ പറയുക മാസ്ക് ചെയ്യുകയും ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് പെല്ലറ്റിംഗ് രൂപം എന്താണ്, ഓക്കെ അല്ല. മറ്റുള്ള രൂപത്തിനെ വെച്ച് നോക്കുമ്പോൾ, അതായത് പൗഡർ ഫോമിലൊക്കെയാണ് ഫൈൻ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് പാർട്ടിക്കിളെ പോലെയല്ല പെല്ലറ്റിൻ രൂപത്തിൽ ബാക്ടീരിയൽ ഗ്രോത്ത് സാധ്യമാവാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഗുണമല്ലേ. അതെ, ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അത് വേണമെങ്കിൽ അഡ്വാൻറ്റേജിൽ പറയാം. ഇത് മൂന്നും ഈ പറഞ്ഞെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഫീഡ്സ് ഓഫ് ഫോമിനകത്ത് മാഷ് ഫോമാണ്, ദെൻ പെല്ലറ്റ് ഫോം പറഞ്ഞു. അങ്ങനെ രണ്ട് ഫോമുകളാണെന്ന് മനസ്സിലോർക്കുക. അപ്പോൾ മറ്റേ ബേർഡ്സുകൾ ഭയങ്കര ചൂസിയാണ് അല്ലെങ്കിൽ ഭയങ്കര സെലക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അവർ എടുത്തു കഴിക്കും. അപ്പോൾ നമ്മൾ പെല്ലറ്റ് ഫോമിൽ കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത, ദർ ഈസ് നോ ചോയ്സ്, അവർക്ക് ചോയ്സ് ഒന്നുമില്ല, അവർ പെല്ലറ്റ് ഫോം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫീഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പെല്ലറ്റ്സ് ആർ. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്നൊന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കിക്കേ. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടു പെല്ലറ്റ് ദ മാഷ് ഫീഡ്. നമ്മൾ മെഷീനറി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി വേണം, ലേബറൊന്നും വേണ്ട. മെഷീൻ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഒരു മെഷീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 5 ലേബറേഴ്സ് നമുക്ക് ഇപ്പുറത്തെ ആവശ്യം വരും പെല്ലറ്റ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ മെഷീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലേബർ ഇൻറ്റൻസീവ് പ്രോസസ്സ് എല്ലാം നമ്മൾ അഡ്വാൻറ്റേജിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഡിസഡ്വാൻറ്റേജ് നോക്കൂ, മെഷീൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്, എക്സ്പെൻസീവ് ആണ്. Pellet feeding increases chance of cannibalism. It cannot be fed to young chicks. യങ് ചിക്സിനൊന്നും ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഈ പെല്ലറ്റ് ഫീഡിങ് എന്ന് പറയുന്നത് കന്നിബാലിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നു, അതിന് കാരണമാവുന്നു. എന്താ പറയുക, ഈ പെല്ലറ്റിക് ഫീഡിങ് വഴി ഈ കന്നിബാലിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതിന് ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, കന്നിബാലിസം പോലുള്ള ഒരു പ്രോസസ്സിന് അതെന്തുണ്ടാവുന്നു, ഇത് ചാൻസസ് കൂടുതലാണ്. അതാണ് പെല്ലറ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, പെല്ലറ്റ് ഫീഡിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെൻസീവ് ആണ്, കന്നിബാലിസത്തിനെ എന്താ പറയുക ഫേവർ ചെയ്യുന്നു, അത്ര ഓർത്താൽ മതി. ജസ്റ്റ് എന്താണ്, യങ് ചിക്സിന് ഇത് പോസിബിൾ അല്ല. അപ്പോൾ അതൊക്കെ എന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് അപ്പോൾ ഫീഡിൻ്റെ ഫോംസ് പഠിച്ചു. ഫീഡ് ഫോംസ് ആകെ കൂടി 2 എണ്ണേ ഉള്ളൂ, മാഷ്, പെല്ലറ്റ്. നിങ്ങളുടെ മൈൻഡിൽ അത്രയും വന്നാൽ മതി. ഓക്കെ, മാഷ്, പെല്ലറ്റ്. അതിൽ പെല്ലറ്റിനാണ് നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചത്. മാഷ് ഫോം എന്ന് പറയുമ്പോൾ മീഡിയം സൈസ്ഡ് പാർട്ടിക്കിളാണ്. ഓക്കെ, പെല്ലറ്റ് ആണ് കൂടുതലും നമ്മൾ കൊടുക്കുന്നത് എന്നും കൂടെ ഓർത്ത് വയ്ക്കുക. ഇത്രയും മാത്രം നിങ്ങൾ അതിനകത്ത് ഓർത്ത് വെച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ കാര്യമായിട്ട് നോക്കണ്ട. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ഫീഡ് അഡിറ്റീവ്സ്. എന്താണ് ഫീഡ് അഡിറ്റീവ്സ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന സാധനം അല്ലേ, അതിനകത്ത് എന്തൊക്കെയോ ആഡ് ഓൺ ചെയ്യുന്നു. അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആഡ് ഓൺ ചെയ്യുന്നു. നമ്മൾ എന്താണ് ആഡ് ഓൺ ചെയ്യുന്നത്, എന്താണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡിക്റ്റീവായിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ഫീഡ് അഡിറ്റീവ്സ് ആർ എനി ഇന്റൻഷ്യലി ആഡഡ് ഇൻഗ്രീഡിയൻറ്റ്. ഈ പോയിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്, ഇൻറ്റൻഷനലി ആണ് ചെയ്യുന്നത്. ഓക്കെ, പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഇൻറ്റൻഷനലി നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളുടെ അറിവോടുകൂടി നടക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളുടെ വിചാരത്തോടും നമ്മുടെ ആഗ്രഹത്തോടും നമ്മളുടെ ഇഷ്ടത്തോടു കൂടി നമ്മളുടെ അറിവോടുകൂടി നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്,
അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്, ഇന്റൻഷനലി ആഡഡ്. ഓക്കെ, ഇന്റൻഷനലി ആഡഡ്. എന്താണ് അവർ ഇന്റൻഷനലി ആഡ് ചെയ്യുന്നത്? ഇന്റൻഷനലി ആഡഡ് ഇൻഗ്രീഡിയൻസ് നോട്ട് നോർമലി കൺസ്യൂംഡ് ആസ് ഫീഡ് ബൈ ഇറ്റ് സെൽഫ് whether or not has a nutritive value which affect the characteristics of feed or animal product. എന്താണ് ഫീഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷനലി ആഡഡ് ടു ദ ഫീഡിലോട്ട് നമ്മൾ ഇന്റൻഷനലി ആഡ് ഓൺ ചെയ്യുന്ന ഒരു സാധനമാണ്. ഫീഡായിട്ട് നമുക്ക് നോർമലി, അതായത് ഈ ആഡ് ചെയ്യുന്ന അഡിറ്റീവിനെ നമുക്ക് ഒരിക്കലും ഫീഡായിട്ട് ആസ് സച്ച് അത് നമുക്കൊരു ഫീഡായിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ബൈ ഇറ്റ് സെൽഫ് നമുക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. വെദർ ഓർ നോട്ട് ഇറ്റ് ഹാസ് എ ന്യൂട്രിറ്റീവ് വാല്യൂ. ഇതിന് പ്രത്യേകിച്ച് അതിന് ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടിയും നമുക്കതൊരു ഫീഡായിട്ട് ആസ് സച്ച് അത് എടുക്കാൻ ഇൻടേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. വിച്ച് എഫക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീഡ് ഓർ അനിമൽ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫീഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ വരണം. ഇന്റൻഷ്യലി നമ്മൾ ആഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന, നമ്മുടെ ബോധത്തോടു കൂടി അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക അറിവോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആഡ് ഓൺ ചെയ്യുന്ന ഈ അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആസ് സച്ച് പോൾട്രിക്ക് ഫീഡായിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ മെയിൻ ഫീഡിൻ്റെ കൂടെ ഒരു മിക്സ്ചർ പോലെ അത് പറയുന്നുണ്ട്, അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫീഡ് അഡിറ്റീവ്സ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഇന്റൻഷനലി ആഡഡ് ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് അതിനകത്ത് പോയിന്റ്. ഓക്കെ, അടുത്തത് ദീസ് ഫീഡ് അഡിറ്റീവ്സ് ഇംപ്രൂവ്. ഈ ഫീഡ് അഡിറ്റീവ് അല്ലെങ്കിൽ ഫീഡ് ആഡ് ഓൺ, ഫീഡിൽ നമ്മൾ ഈ സംഭവം ഈ പറഞ്ഞ അഡിറ്റീവ് ആഡ് ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫിസിക്കൽ അപ്പിയറൻസ് മാറും. എന്തിൻ്റെ? ഫീഡിൻ്റെ. ഓക്കെ, ന്യൂട്രിറ്റീവ് ക്വാളിറ്റിയിൽ വ്യത്യാസം വരും, കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. ഓക്കെ, ദെൻ ഷെൽഫ് ലൈഫ് മാറും, ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി മാറും, ടെക്സ്ചർ ഓഫ് ഡയറ്റ്. മൊത്തത്തിൽ നമ്മൾ ഈ അഡിറ്റീവ്സ് ചേർക്കും. നമുക്കറിയാം നമ്മൾ മനുഷ്യരായാലും കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ഒരുപാട് അഡൾട്രൻസ് അല്ലെങ്കിൽ അഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിക്കകത്ത് വേറെ കളർ മായങ്ങളുള്ള പൊടികൾ, മുളക് പൊടിക്കകത്ത് ഇഷ്ടികപ്പൊടി ചേർക്കുന്നു എന്നുള്ള ന്യൂസുകൾ, അതുപോലെ തന്നെ എന്താണ് കോഫിക്കകത്ത് ചിക്കറി പോലുള്ള അഡൾട്രൻറ്റ് ചേർക്കും. ചിക്കറി എന്ന് പറഞ്ഞാൽ കോഫി ചേർക്കുന്ന ഒരു അഡൾട്രൻ്റാണ്. അതുപോലെ തേയിലയ്ക്കകത്ത്, അതുപോലെ പഞ്ചസാര, എല്ലാത്തിനകത്തും മായങ്ങളാണ്. ഓരോന്നും പേരെടുത്ത് പറയണമെങ്കിൽ ഓരോന്നും പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക, അഡൾട്രൻസ് അല്ലെങ്കിൽ അഡിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീഡിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. അത് ഒന്നല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, ഒരു ചന്തവും ഭംഗിയും ഒക്കെ അതിനകത്ത് കൂട്ടും നമ്മൾ എടുക്കുന്ന ഫീഡിൻ്റെ. അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയുള്ള ഫീഡുകൾ കൊടുക്കുമ്പോൾ കോഴി വേഗം അത് ഇൻടേക്ക് ചെയ്യും. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? സൈസും കൂടണം, എഗ് പ്രൊഡക്ഷനും കൂടണം, അതിൻ്റെ ഹെൽത്തും ഓക്കെ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡിറ്റീവ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അഡിറ്റീവ്സ് എന്താണ് ആഡ് ഓൺ ചെയ്യുന്നത്? ഫിസിക്കൽ അപ്പിയറൻസ്, ദെൻ ന്യൂട്രിറ്റീവ് ക്വാളിറ്റി, ദെൻ കൺസിസ്റ്റൻസി, ഷെൽഫ് ലൈഫ്. അതായത് ഒരു 2 മാസമായിരിക്കും നോർമൽ ഫീഡിൻ്റെ ഒരു കാലാവധി. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അങ്ങനെ ഇരിക്കട്ടെ, ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ ഈ ഷെൽഫ് ലൈഫ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി. നോർമലി നമ്മൾ കൊടുക്കുന്ന ഫീഡിനകത്തുള്ള ന്യൂട്രിയൻസ് ഒരു 5% ഇരിക്കട്ടെ, പക്ഷേ നമ്മൾ ഈ അഡിറ്റീവ്സ് ആഡ് ചെയ്യുമ്പോൾ ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി കൂട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ടെക്സ്ചർ ഓഫ് ഡയറ്റ്. ആ ഡയറ്റിൻ്റെ ടെക്സ്ചർ തന്നെ മാറ്റും. കോഴിക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഒരു ടെക്സ്ചറിലാവും ആ ഫീഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫീഡ് അഡിറ്റീവ്സിൻ്റെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുന്ന ക്വാളിറ്റീസ്. ഫീഡിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ക്വാളിറ്റീസ്, ഫീഡ് അഡിറ്റീവ്സ് കൊണ്ടുണ്ടാവുന്ന ഇമ്പ്രൂവ്മെൻറ്റുകൾ ഇതൊക്കെയാണ്. ഓക്കെ, അടുത്തത് ഫീഡ് അഡിറ്റീവ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് എന്ത്? ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സ്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പാണ് നോൺ ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സ്. അപ്പോൾ എന്താണ് ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സും എന്താണ് നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സും? ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആഡ് സം ന്യൂട്രിയൻസ് ടു ദ ഫീഡ് അല്ലേ. നോൺ ന്യൂട്രിറ്റീവോ? നോ ന്യൂട്രിയൻസ് ഇൻ ദ ഫീഡ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടി പറഞ്ഞതാണ്. ന്യൂട്രിറ്റീവ് ഫീഡ് എന്ന് പറയുമ്പോൾ എന്തോ ന്യൂട്രിയൻസ് അത് സപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. നോൺ ന്യൂട്രിറ്റീവ് എന്ന് പറയുമ്പോൾ അതിൽ കഥയൊന്നുമില്ല, ഇതിനകത്ത് ന്യൂട്രിയൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഉണ്ടെന്ന് ആലോചിക്കുക. എന്തൊക്കെയാണ് ആ 2 ടൈപ്പ്? ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സും നോൺ ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സും. ഓക്കെ, അപ്പം അങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയതാണ്. ഇതാണ് അതിൻ്റെ പേര്, ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ്, ദെൻ നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത്
എന്താണ് ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ന്യൂട്രിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എന്ത് വരും, വൈറ്റമിൻസ് വരും, ദെൻ ട്രേസ് മിനറൽസ് വരും, ദെൻ അമിനോ ആസിഡ്സ് വരും. അപ്പൊ ന്യൂട്രിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ആഡ് സം ന്യൂട്രിറ്റീവ് വാല്യൂ ടു ദ ഫീഡ്, സോ ഇറ്റ് ഇൻക്ലൂഡ്സ് വൈറ്റമിൻസ്, ട്രേസ് മിനറൽസ് ആൻഡ് അമിനോ ആസിഡ്സ്. എന്തൊക്കെ അതിനകത്തുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ട്രേസ് മിനറൽസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്. അതൊക്കെയാണ് ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് അത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. However, the natural feed ingredients sometimes are not able to provide these essential elements in adequate quantity in the feed. These are called nutritive feed additives or sometimes feed supplement. അപ്പോൾ nutritive feed additives-നെ നമ്മൾ വേറെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കും, ഫീഡ് സപ്ലിമെന്റ്സ് എന്ന് കൂടെ വിളിക്കുന്നു. അപ്പൊ നാച്ചുറൽ ഫീഡ് ഇൻഗ്രീഡിയൻസ് സംടൈം ആർ നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് ദീസ് എസെൻഷ്യൽ എലിമെന്റ്സ് ഇൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഇൻ ദ ഫീഡ്. ദീസ് ആർ കോൾഡ്, അതായത് നാച്ചുറൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫീഡിനകത്ത് നാച്ചുറലി അതിന് കിട്ടുന്ന കുറേ കണ്ടന്റുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മിനറലുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നിന്ന് അതിന് നാച്ചുറലി കിട്ടുന്ന ആ ഒരു എന്താണ് എസെൻഷ്യൽ എലമെന്റ്സ്, ഐ മീൻ ഇൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി, വളരെ കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കുന്ന ഫീഡ് വഴി ആ പോൾട്രിക്ക് കിട്ടുന്ന അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ് അല്ലെങ്കിൽ എന്താണ് ഫീഡ് സപ്ലിമെന്റ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ഭക്ഷണമാണോ അതിന് കൊടുത്തത്, ഇന്ന് അതിന് ജിഞ്ചർ ഓയിൽ കേക്ക് കൊടുത്തു കഴിക്കാനായിട്ട്, അതിനകത്തുനിന്ന് അതിന് എന്താണോ കിട്ടിയത് ആ കിട്ടിയത് തന്നെയാണ് എന്ത് അതിന്റെ ന്യൂട്രിറ്റീവ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അതിന് ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയ ന്യൂട്രീഷൻ അല്ലെങ്കിൽ കിട്ടിയ ക്വാണ്ടിറ്റി, കിട്ടിയ സപ്ലിമെന്റ് എന്താണോ അതാണ് ന്യൂട്രിറ്റീവ് ഫുഡ് അഡിറ്റീവ് നാച്ചുറലി. അതാണ് പോയിന്റ്. ഓക്കെ, the natural feed ingredients sometimes are not able to provide these essential in adequate quantity in the feed. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നിന്ന് ചിലപ്പോൾ കൊടുക്കുന്നതിനകത്ത് കുറച്ച് കിട്ടും, ചിലപ്പോൾ കുറച്ച് കിട്ടില്ല, ആവശ്യമുള്ളത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിന് സംടൈം ആർ നോട്ട് able to provide these essential elements. എസെൻഷ്യൽ എലമെന്റ്സിന് നാച്ചുറലി അതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീഡിനകത്ത് അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ അതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. എന്ത് മിനറൽസോ എലമെന്റ്സോ എന്ത് തന്നെ ആയാലും അതിന് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, ഈ ഫീഡ് സപ്ലിമെന്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക, രണ്ട് ടൈപ്പ് ആളുകളാണുള്ളത്, ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സും നോൺ ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സും. അതിൽ ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, നമ്മൾ കൊടുക്കുന്ന ഫുഡിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതെന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ആ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനൊന്നും കറക്റ്റായിട്ട് എസെൻഷ്യൽ എലമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. എന്ത് ഫോമിൽ, ഐ മീൻ നമ്മൾ ആ കൊടുക്കുന്ന ഫീഡിനകത്ത് അത് ഉണ്ടായെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ്. അപ്പം അങ്ങനെ കൊടുക്കാതെ, ഐ മീൻ നമ്മൾ കൊടുക്കുന്ന ഫീഡിനകത്ത് അത് അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും അഡിറ്റീവ്സ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡിറ്റീവ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫീഡ് സപ്ലിമെന്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ക്ലിയർ ആവുക. രണ്ടാമത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാവും. ഇനി നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ആർ ഫീഡ് അഡിറ്റീവ്സ് ഹാവിങ് നോ ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും ഇല്ല. ദേ ഇൻക്ലൂഡ് പ്രീബയോട്ടിക്സ്. എന്തൊക്കെയുണ്ട്, പ്രീബയോട്ടിക്സ് ഉണ്ട്, പ്രൊബയോട്ടിക്സ് ഉണ്ട്, ആസിഡിഫയേഴ്സ് ഉണ്ട്, pH ഒപ്റ്റിമൈസേഴ്സ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ്, ഫീഡ് എൻസൈം, ടോക്സിൻ ബൈൻഡേഴ്സ്, herbal products, antibiotic growth promoters, anticoccidials, emulsifiers, flavors, carotenoids. ഇത്രയാണ് നോൺ ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സിന്. അതായത് നമ്മൾ നമ്മുടെ ഫീഡിൻ്റെ ഒപ്പം ചേർക്കുന്ന കുറച്ച് അഡിറ്റീവ്സുകളാണിത്. പക്ഷെ ഇത് ന്യൂട്രിയൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഫീഡ് അഡിറ്റീവ്സിനകത്ത്, ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സിനകത്ത് എന്താണ് പറഞ്ഞത്, ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനകത്ത് ചിലപ്പോൾ ന്യൂട്രിയൻസ് അത് പ്രൊവൈഡ് ചെയ്തെന്ന് വരില്ല. അപ്പം അങ്ങനെ പ്രൊവൈഡ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആഡ് ഓൺ ചെയ്യുന്ന അഡിറ്റീവ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ന്യൂട്രിറ്റീവ്. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ കൊടുക്കുന്ന ഫുഡിനകത്ത് അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡിറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. സോ ദാറ്റ് അഡിറ്റീവ്സ് വിൽ പ്രൊവൈഡ് എന്ത് കിട്ടും, അതിന് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ്, എലമെന്റ്സ്, സപ്ലിമെന്റ്സ് ഒക്കെ അതിന് അതുവഴി കിട്ടും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കൂ, നോൺ ന്യൂട്രിറ്റീവ് അഡിറ്റീവ്സ് എന്താണ്, ഇത് അഡിറ്റീവ്സ് തന്നെയാണ്, പക്ഷെ എന്താണ്, ന്യൂട്രീഷൻ ഒന്നും ഇത് സപ്ലൈ ചെയ്യില്ല. ഇത്
ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? പ്രിബയോട്ടിക്സോ പ്രൊബയോട്ടിക്സോ ആസിഡിഫയേഴ്സ്, pH എമൽസിഫയേഴ്സ്, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്, ഫീഡ് എൻസൈംസ് ഒക്കെ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ദെൻ ടോക്സിൻ ബൈൻഡേഴ്സ്, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനത്തിലാണ് ഇത് ഏർപ്പെടുന്നത് എന്നല്ലാതെ ന്യൂട്രീഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ. The use of antibiotic growth promoters are not recommended in poultry feed. അപ്പോൾ പോൾട്രി ഫീഡിനകത്ത് നമ്മൾ ആന്റിബയോട്ടിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിനെ എന്ത് ചെയ്യുന്നില്ല? റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. ഇങ്ങനെ ചോദിക്കാം, പ്രൊമോട്ട് ചെയ്യുന്നു എന്നായിരിക്കും ചിലപ്പോൾ അവർ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കൊടുക്കുക. പക്ഷേ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ദ യൂസ് ഓഫ് ആന്റിബയോട്ടിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആർ നോട്ട് റെക്കമെൻഡ് ഇൻ പോൾട്രി ഫീഡ്. പോൾട്രി ഫീഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിനെ, ആന്റിബയോട്ടിക്സിന്റെ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി the reason are the presence of residues of antibiotics in animal products and development of bacterial resistance. എന്താണ് ഇതിന്റെ കാരണം? ഇങ്ങനെ നമ്മൾ ആന്റിബയോട്ടിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിനെ നമ്മൾ ഈ ഫീഡിൽ അല്ലെങ്കിൽ പോൾട്രി ഫീഡിനകത്ത് ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് റെസിഡ്യൂസ്, അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അതിനകത്ത് നിൽക്കുന്നു. ഓക്കെ, ഈ ആന്റിബയോട്ടിക്സിന്റെ അവശിഷ്ടങ്ങൾ നിൽക്കുന്നു. അതുവഴി ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ നമ്മൾ ഈ പോൾട്രി ഫീഡിന്റെ കൂടെ സപ്ലിമെന്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ഗ്രോത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ പോൾട്രി ഫാമിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആന്റിബയോട്ടിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന്റെ എന്താ പറയുക ഒരു യൂസ് ഇവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്ത് വെച്ചേക്കുക. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത്, ബാക്ടീരിയയുടെ ഗ്രോത്ത് വളർച്ചയ്ക്ക് അത് കാരണമാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആന്റിബയോട്ടിക് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പോൾട്രി ഫാമിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഫീഡേഴ്സ് ആൻഡ് വാട്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീഡേഴ്സ് എന്താ, വാട്ടേഴ്സ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടേഴ്സ് ഫോർ യങ് ചിക്സ്. നമുക്ക് വാട്ടേഴ്സ് ഫസ്റ്റ് നോക്കാം. അതിനകത്ത് വാട്ടേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഫൗണ്ടൈൻ ടൈപ്പ് ഓർ ടാൻ ടൈപ്പ് ഉണ്ട്, പിന്നെ ജാർ വാട്ടർ ഉണ്ട്. എന്താണ് ഈ ഫൗണ്ടൈൻ ടൈപ്പും ജാർ ടൈപ്പ് എന്നൊക്കെ നോക്കാം. ഫൗണ്ടൈൻ എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ പാൻ എന്ന് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പടം അല്ലേ, ജാർ എന്നും പറയുമ്പോൾ ഒരു പടം നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾ പിക്ചറൈസ് ചെയ്തിട്ടുണ്ടാവും മനസ്സിനകത്ത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ വാട്ടേഴ്സ് എത്ര തരത്തിലുണ്ട്? വാട്ടറേഴ്സ് നമുക്ക് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഫൗണ്ടൻ ടൈപ്പ്, ഓക്കെ, ഫൗണ്ടൻ ടൈപ്പ് ഓർ പാൻ ടൈപ്പ്. രണ്ടാമത്തെയാണ് എന്ത്? ജാർ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. ഓക്കെ, It is usually made of plastic. The jar is having a small hole at about 2 cm from the edge to maintain the water level. After 1 week of age, automatic watering system may be used. They may be automatic trough hanging waterers. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പടം കാണിച്ചു തരാം. കപ്പ് വാട്ടേഴ്സ്, ഡ്രിപ്പ് നിപ്പിൾസ്. The trough is usually V-shaped, height adjustable and long with a valve fitted at one end. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ പഠിക്കുന്നത് ഫീഡിങ് സിസ്റ്റം അല്ലെങ്കിൽ ഫീഡിനെയൊക്കെ പറ്റിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ കോഴിക്ക് കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് വെള്ളം അല്ലേ. അപ്പോൾ വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ വെള്ളം രണ്ട് രീതിയിൽ കൊടുക്കുന്നുണ്ട്, ഫൗണ്ടൻ ടൈപ്പിലും ജാർ ടൈപ്പിലും. അങ്ങനെ രണ്ട് രീതിക്കാണ്, രണ്ട് ഇംപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അതിനെ പറ്റിയാണ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയത്. ഇത് പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാർ ടൈപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കാം. അതിൻ്റെ തിക്നെസ് ഒക്കെയാണ് പറഞ്ഞത്. ജസ്റ്റ് അതൊന്നും മനസ്സിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ചിക്സിൻ്റെ ഓരോ ഏജ് പറയുന്നുണ്ട്. ആ ഏജ് എത്തുമ്പോൾ നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക് വാട്ടറിങ് സിസ്റ്റം ഒക്കെ നമ്മൾ ചിലപ്പോൾ കൊടുക്കും. അപ്പോൾ അത് പിക്ചറിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, രണ്ട് ടൈപ്പാണ്, പ്രൊവൈഡിങ് വാട്ടേഴ്സ് ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റവും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചിക്കി ലെയർ കോഴിയെ വളർത്തുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ,
അടുത്തത് ഹാങ്ങിങ് വാട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് ഈ ഹാങ്ങിങ്? അപ്പൊ വാട്ടേഴ്സിൽ തന്നെ പലതരം നമ്മൾ പഠിക്കുന്നു. ജാറ് പറഞ്ഞു. ഇനി ഹാങ്ങിങ് വാട്ടർ എന്താ? ഹാങ്ങിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അപ്പൊ തന്നെ വരണം തൂങ്ങി കിടക്കുന്നതാണ് ഹാങ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം. ഓക്കെ, ആർ റൗണ്ട് വാട്ടേഴ്സ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ദാറ്റ് ഹാങ് ഫ്രം ദ സീലിംഗ് എ ബെൽ ഷേപ്ഡ് ഡോം എൻക്ലോസസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഹാങ്ങിങ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാവും, ഇതിന് ചുറ്റുമായിട്ട് ഒരു ഡോം ഷേപ്പ് ആയിട്ടുള്ള ഒരു സാധനം കാണും. ഓക്കെ, വരയ്ക്കുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. A bell-shaped dome encloses a wall to maintain a designated level of the water in the circular pan. They may be raised or lowered by changing the length of the suspension cord. കപ്പ് വാട്ടേഴ്സ് ആർ സ്മോളർ. ഇനി കപ്പ് വാട്ടർ ഉണ്ട്. അപ്പൊ ഹാങ്ങിങ് വാട്ടേഴ്സ് ഉണ്ട്. നമുക്ക് അടുത്തത് വരുന്നതാണ് എന്ത്? കപ്പ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടാമത്തെയാണ്, ഇത് മൂന്നാമത്തെയാണ് കപ്പ് വാട്ടർ. ഇനി ആർ സ്മോൾ ഡ്രിങ്കിങ് കപ്സ് അറ്റാച്ച് ടു വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ പബ്സ്. അപ്പൊ നിങ്ങൾ ഇത്രയും ആലോചിക്കുക, പല ടൈപ്പിലുള്ള വാട്ടേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ജാർ ടൈപ്പ് ഉണ്ട്, ഹാങ്ങിങ് വാട്ടേഴ്സ് ഉണ്ട്, കപ്പ് ടൈപ്പ് ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്ത് വെക്കുക. പേര് മാത്രമേ നമുക്ക് ആസ് സച്ച് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി ഡ്രിപ്പ് നിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഈ പറഞ്ഞ വെള്ളം കൊടുക്കുന്നത് തന്നെ ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇംപ്ലിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് ആലോചിക്കുക. ഡ്രിപ്പ് നിപ്പിൾസ് ആർ സ്മോൾ വാൽസ് ഓപ്പറേറ്റഡ് ഫ്രം ബിലോ ബൈ ദ ചിക്കൻ. ഇറ്റ് അലൗസ് ദ വാട്ടർ ടു റൺ ഡൗൺ ദ ത്രോട്ട് ആസ് ദ ബേർഡ് എക്സ്റ്റെൻഡ് ഇറ്റ്സ് നെക്ക്. എ പ്ലാസ്റ്റിക് ബേസിൻ വിത്ത് എ ഡിറ്റാച്ചബിൾ വയർ ഗ്രിൽ fitted over. It is a common type. Okay, it is a common type of adult water seen in small farms in our country. നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ഫാമുകളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡ്രിപ്പ് നിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഡ്രിപ്പ് നിപ്പിൾസ് എന്താന്നുള്ളത് പടം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് ആയിട്ട് അത് നോക്കിയാൽ മതി. അപ്പോൾ ഡ്രിപ്പ് നിപ്പിൾസും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീഡേഴ്സ് നമുക്കുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീഡേഴ്സ്. അപ്പോൾ നമ്മൾ വാട്ടേഴ്സ് പറഞ്ഞു. വാട്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയാണ് വാട്ടേഴ്സ് നമ്മൾ പറഞ്ഞത്? 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഫൗണ്ടൻ ടൈപ്പ് അല്ലെങ്കിൽ പാൻ ടൈപ്പ്, ജാർ വാട്ടർ ടൈപ്പ്, അങ്ങനെ 2 എണ്ണം പറഞ്ഞു. അതല്ലാതെ നമുക്ക് എന്തുണ്ട്? മെയിൻലി നിങ്ങൾ ആലോചിക്കുക, ഇതെല്ലാം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ഇതിനകത്ത് ജസ്റ്റ് ഓർക്കേണ്ട പോയിന്റ് ഇതാണ്, നമ്മൾ വെള്ളം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫാമിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് കുറച്ച് എന്താ പറയുക സാധനങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണ് ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഡ്രിപ്പ് നിപ്പിൾസ്, കപ്പ് വാട്ടേഴ്സ് ഒക്കെ ഉണ്ടെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ഇത് ഒന്നാമത്തെയാണ് ഹാങ്ങിങ് വാട്ടർ, ഇത് 2. ഓക്കെ, കപ്പ് വാട്ടർ രണ്ടാമത്തെ, ഇത് 1. ഓക്കെ, അപ്പോൾ ഹാങ്ങിങ് വാട്ടർ ഉണ്ട്, കപ്പ് വാട്ടർ ഉണ്ട്, അത് രണ്ടും ഓർത്ത് വെക്കുക. ഹാങ്ങിങ് വാട്ടർ, കപ്പ് വാട്ടർ. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞത് എന്ത്? ഡ്രിപ്പ് നിപ്പിൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, മൂന്നാമത്തെയാണ് ഡ്രിപ്പ് നിപ്പിൾസ്, മൂന്നാമത്തെ. ഓക്കെ, അതാണ് നമ്മൾ കോമൺ ടൈപ്പ് ഓഫ് അഡൽറ്റ് വാട്ടറേഴ്സ്. നമ്മൾ കുറച്ചും കൂടെ ഒരു ചിക്കൊക്കെ പ്രായം കഴിഞ്ഞ് കുറച്ചുകൂടെ വളർച്ചയെത്തിയ കോഴിക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ രാജ്യത്ത് ചെറിയ ചെറിയ ഫാമുകളിലൊക്കെ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ ഡ്രിപ്പ് നിപ്പിൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് വാട്ടർ ചെയ്യാനായിട്ട്. അടുത്തത് നമുക്ക് ഫീഡേഴ്സ് നോക്കാം. ഫീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം കഴിക്കുന്നത് അതിനു വേണ്ടി അവർക്ക് കുറച്ച് ഈ പറഞ്ഞ നിപ്പിൾസ് പോലുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ വാട്ടറേഴ്സ് പോലെ ഫീഡേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ഫീഡ് ഈസ് സ്പ്രെഡ് ഓവർ എ ലാർജ് ഫ്ലാറ്റ് ആൻഡ് ഷാലോ ഫീഡേഴ്സ്. ഇറ്റ് മേ ഹാവ് എ ഹൈറ്റ് ഓഫ് 2.5 to 5 cm at the edge. Chick box lid or feeder lid can be used for this purpose. This is used for chick below 5 days. 5 ദിവസത്തിൽ താഴെ പ്രായമുള്ള, അതാണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. 5 ദിവസത്തിൽ താഴെ പ്രായമുള്ള 5 ദിവസത്തിൽ താഴെ ഏജുള്ള അല്ലെങ്കിൽ പ്രായമുള്ള ചിക്കുകൾക്കാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഹാൻഡ് ഫീഡേഴ്സ് ഓർ ഓട്ടോമാറ്റിക് ഫീഡർ മേ ബി യൂസ്ഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള ഈ ചിക്ക് ബോക്സ് ലിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഫീഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഫീഡ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനകത്തായിരിക്കും? ഓവർ എ ലാർജ് ഫ്ലാറ്റ് ഷാലോ ഫീഡറിനകത്ത് നമ്മൾ കൊടുക്കേണ്ട ഭക്ഷ്യവസ്തു നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനെ ഒരു 2.5 to 5 cm ഹൈറ്റിൽ നമ്മൾ ഉയർത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ദിസ് ബോക്സ് ലിഡ്, ചിക്ക് ബോക്സ് ലിഡ് ഓഫ് ഫീഡർ
ലിഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ അപ്പോൾ ചിക്ക് ബോക്സ് ലിഡോ ചിക്കിൻ്റെ ബോക്സ് ലിഡ് അല്ലെങ്കിൽ ഫീഡർ ലിഡുകളൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പടം കാണുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഐ മീൻ പിക്ചർ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് ഇവിടുത്തെ പോയിന്റ്. ഓക്കെ, ഈ ഫീഡറിനകത്തുള്ള പോയിന്റ് ചിക്ക് ബിലോ 5 days ഏജിൻ്റെ താഴെ 5 ദിവസത്തിൽ പ്രായമായിട്ടുള്ള 5 ദിവസം പ്രായമുള്ള 5 ദിവസത്തിനേക്കാളും താഴെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ഈ ഫീഡർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഹാൻഡ് ഫീഡറോ ഓട്ടോമാറ്റിക് ഫീഡറോ ഒക്കെ യൂസ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഓർക്കുക. അടുത്തത് ഹാൻഡ് ഫീഡേഴ്സ് ഉണ്ട്. നമുക്ക് എന്താണ് ഹാൻഡ് ഫീഡേഴ്സ്? മേ ബി ലീനിയർ ട്രഫ് ഫീഡേഴ്സ് വിത്ത് എ റീൽ ഓർ ഗ്രില്ല്. ഓക്കെ, ഓർ ഇറ്റ് ടു പ്രിവെന്റ് ഫീഡ് വേസ്റ്റേജ്. ഹാൻഡ് ഫീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീഡ് വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലീനിയർ ട്രഫോ അല്ലെങ്കിൽ അതിനൊപ്പം ഒരു റീലോ ഗ്രില്ലോ ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ട്രഫ് ഫീഡേഴ്സ് ആർ യൂഷ്വലി, ഇനി ട്രഫ് ഫീഡേഴ്സ്, അപ്പോൾ ഹാൻഡ് ഫീഡേഴ്സ് കഴിഞ്ഞു. ട്രഫ് ഫീഡേഴ്സ് എന്താണ്? യൂഷ്വലി യൂസ്ഡ് ഫോർ ചിക്ക് ആൻഡ് യങ് ഗ്രോവേഴ്സ്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ the feeder that is used for growers and young growers and chick എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിക്ക് ആൻഡ് യങ് ഗ്രോവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ട്രഫ് ഫീഡേഴ്സ് എന്ന് കുത്തണം കേട്ടോ. ട്രഫ് ഫീഡേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ ചിക്ക് ആൻഡ് യങ് ഗ്രോവേഴ്സ്. അനദർ ടൈപ്പ് ഓഫ് ഹാൻഡ് ഫീഡർ ഈസ് ട്യൂബ് ഫീഡർ. ഒരു ടൈപ്പ് ഹാൻഡ് ഫീഡർ ആണ് എന്തെന്ന് പറയുന്നത്? ട്യൂബ് ഫീഡർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ട്യൂബ് ഫീഡർ? ഓക്കെ, tube feeder. Another type of hand feeder is tube feeder. These are large tubes with a pan at the bottom. ഒരു പാൻ ഉണ്ടാവും. ഓക്കെ, ലാർജ് പാൻ ഉണ്ടാവും ബോട്ടത്തിനകത്ത്. ദ ഫീഡ് ഫ്ലോസ് ഫ്രം ദ ട്യൂബ് ടു ദ പാൻ ഫ്രം വിച്ച് ദ ബേർഡ് ഈറ്റ്. അപ്പോൾ അതും ഒരു ശരിയായ രീതിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? കോഴി താഴെ നിന്നായിരിക്കും കഴിക്കുന്നത് അല്ലേ? ആ താഴേക്ക് കഴുത്ത് ഇങ്ങനെ ഇറക്കിയിട്ടായിരിക്കും അത് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഫീഡ് ഇട്ട് കൊടുക്കുന്നു, അതിന് ഭക്ഷിക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ എന്താണ്? ദീസ് ആർ ദ ലാർജ് ട്യൂബ് വിത്ത് എ പാൻ. ഒരു പാൻ ഉണ്ടാവും, ട്യൂബ് ഉണ്ടാവും, പാൻ താഴെ ഉണ്ടാവും, കുറേ ട്യൂബുകൾ ഉണ്ടാവും. ഫീഡ് ഫ്ലോസ് ഫ്രം ദ ട്യൂബ്. ഫീഡ് എന്ത് ചെയ്യുന്നു? ഈ ട്യൂബിൽ കൂടെ ഫീഡ് എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്തിട്ട് പാനിനകത്ത് വന്ന് വീഴുന്നു. പാനിനകത്ത് നിന്ന് കോഴികൾ തിന്നുന്നു. അതാണ് ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ ഹാൻഡ് ഫീഡേഴ്സ് ഉണ്ട്, കപ്പ് ഫീഡേഴ്സ് ഉണ്ട്, ട്രഫ് ഫീഡേഴ്സ് ഉണ്ട്, ട്യൂബ് ഫീഡേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഫീഡേഴ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ജസ്റ്റ് ഓർത്ത് പോവുക എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ഹാൻഡ് പറഞ്ഞു, ദെൻ ട്രഫ് പറഞ്ഞു, ദെൻ എന്താ പറഞ്ഞത്? ട്യൂബ് ഫീഡർ പറഞ്ഞു. ഓക്കെ, ഈ ട്യൂബ് ഫീഡർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഹാൻഡ് ഫീഡർ ആണ് കേട്ടോ, അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അടുത്തത് ട്യൂബ് ഫീഡേഴ്സ് ആർ യൂഷ്വലി സസ്പെൻഡഡ് ഫ്രം ദ സീലിംഗ് ആൻഡ് ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ ലാർജർ ബേർഡ്സ്. അവിടെ അതാണ് നമ്മുടെ പോയിന്റ്. ഈ ട്യൂബ് ഫീഡേഴ്സ് നമ്മൾ ആർക്കാണ് ഉപയോഗിക്കുന്നത്? ലാർജ് ബേർഡ്സിനാണ് നമ്മൾ ട്യൂബ് ഫീഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് കൺസിസ്റ്റ് ഓഫ് എ പാൻ ഓർ ട്രഫ് ഫ്രം വിത്ത് ദ ബേർഡ്സ് ഈറ്റ് ആൻഡ് എ മെക്കാനിസം ഫോർ എ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫറിംഗ് ഫീഡ് ഫ്രം എ സെൻട്രൽ ഹോപ്പർ ടു ദീസ് പാൻസ് ആർ or troughs. It may be several types. As the flock grows, the feeder should be raised to maintain level of the bottom of the feeder at the same height as the back of the chicken. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിക്കുക. നമ്മൾ മൂന്നാമത്തെയാണ് ട്യൂബ് ഫീഡർ പറഞ്ഞത്. ട്യൂബ് ഫീഡർ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എ ഹാൻഡ് ഫീഡർ തന്നെയായിരുന്നു. ഈ ട്യൂബ് ഫീഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർക്കാണ്? ലാർജർ ബേർഡ്സിന്, കുറച്ചുകൂടെ പ്രായമേറിയിട്ടുള്ള കോഴിക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ട്യൂബ് ഫീഡേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ് ഫീഡറിനകത്ത് നമ്മൾ പറഞ്ഞു ട്യൂബ് കാണും, അടിയിലൊരു പാൻ കാണും, ട്യൂബ് വഴിയായിരിക്കും നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാനിനകത്ത് ഫുഡ് വന്ന് വീഴുന്നു, കോഴികൾ എന്ത് ചെയ്യുന്നു? കൊത്തി കഴിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ എടുത്ത് കഴിക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഈ ബേർഡ്സുകളുടെ പ്രായം വലുതാവുന്ന തോറും നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിനകത്ത് ജസ്റ്റ് പറയുന്നത്. അതിനകത്ത് വേറെ കഥയൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളതൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നിങ്ങളിതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ടൈപ്പ് ഓഫ് ഫീഡേഴ്സും ടൈപ്പ് ഓഫ് വാട്ടേഴ്സുമാണ്. 3 ടൈപ്പ് വാട്ടേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഫീഡേഴ്സ് എത്രയുണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞു. ഓരോ ടൈപ്പ് ഫീഡേഴ്സും ആർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അതിനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ്? ഹാൻഡ്, ട്രഫ്, ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഈ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് 5 days ഓഫ് ഏജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഒരു ടൈപ്പ് ഫീഡർ നമ്മൾ പറഞ്ഞു, ചിക്ക് ബോക്സ് ഓർ ഫീഡർ. അതായത് ചിക്ക് ബോക്സിന്റെ ലിഡോ അല്ലെങ്കിൽ എന്താണ് ഫീഡർ ലിഡോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്നത് 5 ദിവസം താഴെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കാണ്. ഓക്കെ, അതിന് ശേഷം മാത്രമേ നമുക്ക് ഹാൻഡ് ഫീഡിങ്ങും ട്രഫ് ഫീഡിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഹാൻഡ് ഫീഡിങ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഹാൻഡ് ഫീഡിങ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ട്രഫ് ഫീഡിങ് ചെയ്യുന്നത് ആർക്കാണ്? ട്രഫ് ഫീഡിങ് ചെയ്യുന്നത് നമ്മൾ യങ് ഗ്രോവേഴ്സിനാണ്. അപ്പോൾ ഹാൻഡ് ഫീഡിങ് ആക്ച്വലി ചിക്സിന് ചെയ്യാം, പക്ഷെ ചിക്സിൻ്റെ ഏജ് മാറണം. 5 ദിവസത്തിൽ താഴെയുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹാൻഡ് ഫീഡിങ് ചെയ്യുന്നത് താഴെ. ഓക്കെ, അതിൻ്റെ മേലേക്കുള്ളതിന് നമുക്ക് ഹാൻഡ് ഫീഡിങ് ചെയ്യാം. ട്രഫ് ഫീഡിങ് ചെയ്യുന്നത് ആർക്കാണ്? ട്രഫ് ഫീഡിങ് ചെയ്യുന്നത് നമ്മൾ ആർക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, ചിക്കനും യങ് ഗ്രോവേഴ്സിനുമാണ് ട്രഫ് ഫീഡിങ് ചെയ്യുന്നത്. അതിൻ്റെ ഏജിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. 0 മുതൽ 5 ദിവസം പ്രായമുള്ളതിനാണ് നമ്മൾ ഹാൻഡ് ഫീഡിങ്ങിൻ്റെ താഴെയുള്ളത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇനി ട്യൂബ് ഫീഡിങ് പറഞ്ഞു. ട്യൂബ് ഫീഡിങ് എന്ന് പറയുന്നത് എന്താണ്? ട്യൂബ് ഫീഡിങ് നമ്മൾ ചെയ്യുന്നത് ലാർജർ ബേർഡ്സിന്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഹാൻഡ് ഫീഡിങ്, ട്യൂബ്, ട്രഫ്. ട്യൂബ് ചെയ്യുന്നത് ലാർജ് ബേർഡ്സിന്. ഓക്കെ, ഹാൻഡ് ഫീഡിങ് മോർ ദാൻ 5 days ഓൾഡ് ചിക്കിന്. ട്രഫ് ഫീഡിങ് ചിക്കിനും ഗ്രോവേഴ്സിനും. അപ്പോൾ നിങ്ങൾ ഇത്രയാണ് ഇതാണ് നമ്മൾ ഇന്ന് എന്തിനകത്ത് പഠിച്ചത്? ഫീഡേഴ്സിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഓക്കെ, ഫീഡേഴ്സ് പോയിന്റിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇത്രയേ ഉള്ളൂ. അതിനകത്തുള്ള മെഷർമെൻറ്റ്സ്, മറ്റ് ഹൈറ്റ് ഡിഫറൻസ് അതൊന്നും നമ്മൾ മെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് പഠിക്കുക. അടുത്ത ഫീഡ് റിക്വയർമെൻറ്റ് ഫോർ ചിക്കൻ. നമ്മൾ ഫീഡ്സ് ഒക്കെ എന്താന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫീഡ് ഏത് തരത്തിൽ കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കോഴിക്ക് എത്ര വേണമെന്ന് നമുക്കറിയില്ലല്ലേ, അത് നോക്കാം എന്താന്ന്. ഫീഡ് റിക്വയർമെൻറ്റ് ഫോർ ചിക്കൻ, ആവറേജ് റിക്വയർമെൻറ്റ് ഓഫ് ടോട്ടൽ ഫീഡ് ഫോർ ചിക്ക് ഗ്രോവേഴ്സ്, ലെയേഴ്സ് ആൻഡ് ബ്രോയിലേഴ്സ്. അപ്പോൾ ചിക്കുണ്ട്, കോഴിക്കുഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞ് ഗ്രോവർ ഉണ്ട്, ലെയർ മുട്ടപ്രായം എത്തി, ബ്രോയിലർ എന്ന് പറഞ്ഞാൽ ഇറച്ചിപ്പരിവ് എത്തി അല്ലേ. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. 0 മുതൽ 6 ആഴ്ച വരെ, അതായത് 1.5 മാസം പ്രായം വരെ. ഓക്കെ, 0 മുതൽ 1.5 മാസം പ്രായം. ഓക്കെ, അതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ബേർഡിന് നമുക്ക് എന്ത് കൊടുക്കാം? 3.5 കിലോ ഫീഡ് കൊടുക്കാം. 3.5 കിലോ തീറ്റ ഒരു ബേർഡിന് കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു 1.5 മാസം പരിവുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാം? അതിൻ്റെ ഫീഡ് കൺസെപ്ഷൻ അതാണ്. ഓക്കെ, ഇനി 0 മുതൽ 7 ആഴ്ച എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 2 മാസം അടുപ്പ് എത്താറായി. അതിന് നമുക്ക് 4.7 കിലോ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, ഇത് വിട്ടുപോകരുത്. ആഴ്ച പഠിച്ചിരിക്കണം, എത്ര ഫീഡ് വേണമെന്നുള്ളത് പഠിച്ചിരിക്കണം. 0 മുതൽ 6 ആഴ്ച വരെ നമുക്ക് 3.5 kg, 0 മുതൽ 7 ആഴ്ച വരെ നമുക്ക് 4.7 kg ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോട്ടൽ ഫീഡ് കൺസപ്ഷൻ ഓഫ് ലെയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തിൻ്റെ ആയിരുന്നു? നേരത്തെ പറഞ്ഞത് ബ്രോയിലറിൻ്റെയാണ്. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്? ലെയറിൻ്റെയാണ് പറയുന്നത്. ഓക്കെ, ലെയറിന് എന്താണ്? ലേയിങ് പീരീഡ്. ലേയിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടുന്ന പരുവത്തിൽ 21 to 72 വീക്സ് ഓഫ് ഏജ് ആണ് പറയുന്നത്. അതിന് നമുക്ക് 41 കിലോ ആണ് ഒരു പക്ഷിക്ക് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കോഴിക്ക് നമ്മൾ 41 കിലോ ഫുഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഐ മീൻ ഫുഡ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കൊടുക്കുകയല്ല, അതിന് നമ്മൾ ഓരോ ഫേസ് 1, 2 എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ആ ലെവലിലാണ് ഫീഡ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനകത്ത് 21 to 72 വീക്സ് ഓഫ് ഏജിൽ, ആ വീക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ കൊടുക്കേണ്ടത് 41 കിലോഗ്രാം ആണ്. ഇനി ഗ്രോവിങ് പീരീഡ്, അതിൻ്റെ കുറച്ചുകൂടെ വളർച്ചാ കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് 9 to 20 വീക്സ് ഓഫ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് കൂടുതൽ നിന്ന് കുറവിലോട്ടാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തിരിച്ച് പഠിക്കുക. ചിക്ക് പീരീഡിനകത്ത്, ഓക്കെ, ഞാനിവിടെ എഴുതാം. ഒന്നാമത്തെ ചിക്ക് പീരീഡ്. ഓക്കെ,
ചിക്ക് പീരീഡിന് എങ്ങനെയാണ് പറയുന്നത്? ചിക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ 0 to 8 വീക്സ് ആണ് പറയുന്നത്. അതും 2 kg പെർ ബേർഡ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഫീഡ് എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫീഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു ഫീഡിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എത്രയുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഇപ്പോൾ ഒരു ഡസൻ മുട്ട കിട്ടേണ്ടതിന് അല്ലെങ്കിൽ ഒരു 12 മുട്ട നമുക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കോഴിയുടെ വെയിറ്റ് 1 കിലോ കൂടാൻ വേണ്ടി നമ്മൾ ആസ് പെർ എത്ര ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ ഫീഡ് അവർക്ക് സപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഈ ഫീഡ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് 1 കിലോ തൂക്കം അതിന് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2.200 ഗ്രാം ഒക്കെ 2.2 kg ഓഫ് ഫീഡ് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്താലാണ് അതിന് 1 കിലോ ഇറച്ചി തൂക്കം കൂടുകയുള്ളൂ. അല്ലെങ്കിൽ 1 കിലോ 1 കിലോ അല്ല, മുട്ടയുടെ കേസ് പറയുമ്പോൾ ഡസൻ കണക്കാണ്, 12 മുട്ടയൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് അനുസരിച്ച് അതിന് നമ്മൾ ഫുഡ് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടേണ്ടത് ആ ഒരു വെയിറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഡസൻ അല്ലെങ്കിൽ ആ ഒരു നമ്പറിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതാണ് ചിക്ക് പീരീഡ് എന്ന് പറയുന്നത്. ചിക്ക് പീരീഡിൽ 0 to 8 വീക്സ് ആണ്. അതിന് നമ്മൾ 2 കിലോ ആണ് ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ, ഗ്രോവിങ് പീരീഡിലാണെങ്കിൽ 9 മുതൽ 20 ആഴ്ചയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? 6 കിലോ കൊടുക്കും ബേർഡിന്. ഓക്കെ, ഇനി 21 മുതൽ 72 ആഴ്ചയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? 41 കിലോ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മളുടെ പോയിന്റ് നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. ബാക്കിയൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഫീഡ് നമ്മൾ ചിക്കിന്, അതായത് 0 മുതൽ 8 ആഴ്ച പ്രായമുള്ളതിന് നമ്മൾ 2 കിലോ കൊടുക്കണം. അതുപോലെ തന്നെ 8 മുതൽ 20 ആഴ്ച വരെ 9 മുതൽ 20 ആഴ്ച പ്രായമുള്ളതിന് നമ്മൾ 6 കിലോ കൊടുക്കണം. 21 മുതൽ 72 ആഴ്ച പ്രായമുള്ളതിന് നമ്മൾ 41 കിലോ കൊടുക്കണം. ഓക്കെ, ഇത്ര മാത്രം പഠിച്ചു വെക്കുക. അടുത്ത ഞാൻ നിങ്ങളോട് പറഞ്ഞു, നേരത്തെ കുറച്ച് പിക്ചേഴ്സ് കാണിക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഇതാണ് ഫീഡിങ് ആൻഡ് വാട്ടറിങ് കൊടുക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് അവർക്ക് ഫീഡും കിട്ടും വെള്ളവും കിട്ടും. കണ്ടോ, കോഴിക്കുട്ടികൾ കുടിക്കുന്ന കണ്ടോ, കുടിക്കാനായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ നിങ്ങൾ? ഫീഡും അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ വെള്ളവും കിട്ടും. അതുപോലെ തന്നെ ഇതാണ് ഹാങ്ങിങ് ഫീഡേഴ്സ്. ഇതുവഴി ഇവർക്ക് എന്ത് കിട്ടും? ഫുഡും വെള്ളവും നമുക്ക് ഇതാക്കാനായിട്ട് പറ്റും. ഇതാണ് ലീനിയർ ഫീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികളെ ഇങ്ങനെ നിർത്തിക്കാണ്. അതിനകത്ത് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഒരു ലീനിയർ ആയിട്ടൊരു സെപ്പറേറ്റ് ഒരു സ്ട്രക്ചർ പ്രൊവൈഡഡ് ആയിരിക്കും. അതിനകത്ത് നമ്മൾ ഫീഡ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ കോഴിയുടെ കൂട് ഇതിനകത്താണ് അവർ തല ഇതിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഷെൽ ഗ്രിറ്റ് ഹോപ്പർ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് കുറേ അറകളുണ്ട്. ഇതിപ്പോൾ 4 അറകളായിട്ടുള്ള ഹോപ്പറാണ്. ഇതിനകത്ത് അവർക്ക് വേണ്ട ഫുഡുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് കോഴി ആവശ്യാനുസരണം വന്ന് കഴിച്ചോളും. ഇതാണ് ഓട്ടോമാറ്റിക് വാട്ടർ എന്ന് പറയുന്നത്. ഇതിനകത്താണ് വെള്ളം വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് അവർക്ക് കുടിക്കാനായിട്ട് പറ്റുന്നത്. വെള്ളം ശരിയായ തോതിൽ അവർക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ഇൻടേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു സിസ്റ്റം വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാം പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് നമുക്ക് ഫൗണ്ടൈൻ ടൈപ്പും അതുപോലെ തന്നെ ജാർ വാട്ടറും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഓട്ടോമാറ്റിക് വാട്ടറിങ് സിസ്റ്റം നമുക്ക് കുറച്ചൊരു 5 ദിവസം പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡ്രിപ്പ് നിപ്പിൾസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് ഹാങ്ങിങ് വാട്ടർ, കപ്പ് വാട്ടറിൽ തന്നെ പല വാട്ടറിങ് സിസ്റ്റമാണ് ഈ പറയുന്നത്. ഹാങ്ങിങ് വാട്ടറും അല്ലെങ്കിൽ ഹാങ്ങിങ് ഫീഡറാണ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ച് തന്നത്. ഓക്കെ, പിന്നെ ഡ്രിപ്പ് നിപ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പേരുകൾ ജസ്റ്റ് അതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ ചെറുകിട വ്യവസായം ചെയ്യുന്ന, അതായത് ചെറിയ തോതിലൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർ നമ്മുടെ രാജ്യത്ത് വലിയ രീതിക്കല്ല അവർ ഉപയോഗിക്കുന്ന ഈ ഡ്രിപ്പ് നിപ്പിൾസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ 3 ടൈപ്പ് ഫീഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഹാൻഡ്, ട്രഫ്, അതുപോലെ തന്നെ ട്യൂബ് ഫീഡർ എന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ 5 ഡേയ്സിൻ്റെ താഴെ ബിലോ 5 ഡേയ്സ് ഏജിലാണ് നമ്മൾ ഈ ചിക്ക് ബോക്സ് ലിഡ് അല്ലെങ്കിൽ ഫീഡർ ലിഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫീഡിങ് സിസ്റ്റം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് ഫീഡർ ഉണ്ട്, ട്യൂബ് ഫീഡർ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പഠിച്ചത് എന്താണ്?
ഫീഡറിൽ തന്നെ ഹാൻഡ്, ദെൻ ട്യൂബ്, ദെൻ ട്രഫ്. അതിൽ ഹാൻഡ് ഫീഡർ എന്ന് പറയുമ്പോൾ മോർ ദാൻ 5 days ഓൾഡ് ചിക്കനാണ് നമ്മൾ ഹാൻഡ് ഫീഡിങ് യൂസ് ചെയ്യുന്നത്. ട്യൂബ് എന്ന് പറയുമ്പോൾ ലാർജ് ബേർഡ്സിനാണ് നമ്മൾ ട്യൂബ് ഫീഡിങ് യൂസ് ചെയ്യുന്നത്. ട്രഫ് എന്ന് പറയുമ്പോൾ ചിക്ക് ഗ്രോവേഴ്സിനൊക്കെയാണ് ട്രഫ് പറയുന്നത്. ഓക്കെ, അതാണ് ഫീഡ്സിൽ വരുന്നത്. പിന്നെ അതിന് തന്നെ ഫീഡ് റിക്വയർമെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫീഡ് റിക്വയർമെൻറ്റിനകത്ത് വരുന്നത് നമ്മൾ 6 ആഴ്ച വരെ, അതായത് 1.5 മാസം പ്രായമായിട്ടുള്ള നമ്മൾ ബ്രോയിലേഴ്സിനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബ്രോയിലേഴ്സ്. ഓക്കെ, ബ്രോയിലേഴ്സിന് നമ്മൾ 3.5 കിലോ. ബ്രോയിലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രോയിലർ ചിക്കൻ ഈസ് ഫോർ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? മീറ്റ് പർപ്പസിനാണ് അല്ലേ? മീറ്റ് പർപ്പസിനാണ് എന്ത് പറയുന്നത്? ബ്രോയിലർ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോയിലർ ചിക്കൻ നമ്മൾ മീറ്റ് പർപ്പസിനാണ് ബ്രോയിലർ കോഴി. അപ്പോൾ അതിന് എങ്ങനെയായാലും നമുക്ക് എന്ത് വേണം? നമ്മൾ എത്രത്തോളം ഫീഡ് കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അതിന് മീറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ 0 മുതൽ 6 ആഴ്ച വരെ നമുക്ക് 3.5 കിലോ ആയിരിക്കും. 0 മുതൽ 6 ആഴ്ച വരെ പ്രായമുള്ള കോഴിക്ക് നമ്മൾ 3.5 കിലോ ഫീഡ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ 7 ആഴ്ച പ്രായമുള്ളതിന് നമ്മൾ 4.7 kg കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലെയേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ലെയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെയറിന് വളർത്തുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ജനറൽ ബേസിക് ടോപ്പിക്കാണ് അതൊക്കെ. അത് നിങ്ങൾ വേറെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെയർ. ഓക്കെ, അതിനെങ്ങനെയായിരിക്കും? അത് ഇങ്ങനെ പഠിക്കുക. ഇത് 1, ഇത് 2, ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് നമ്പർ ചെയ്ത് പഠിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുക. അതിനകത്ത് 0 മുതൽ 8 ആഴ്ച വരെയുള്ളതിനാണെങ്കിൽ നമ്മൾ 2 കിലോ ആണ് കൊടുക്കുന്നത്. അതാണ് ചിക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഗ്രോയിങ് പീരീഡ് എന്ന് പറയുമ്പോൾ 9 മുതൽ 20 ആഴ്ച പ്രായം, അതിന് ഗ്രോയിങ് പീരീഡ് എന്ന് പറയുന്നു. ഇനി 72 ആഴ്ചയ്ക്ക് മേലെ 21 മുതൽ 72 ആഴ്ച വരെ നമ്മൾ ലേയിങ് പീരീഡ് എന്ന് പറയും. അതിന് നമ്മൾ 41 കിലോ, അതായത് മുട്ട അത്രയും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫീഡ് അതിനനുസരിച്ച് കൊടുത്താലാണ് മുട്ടയിൽ അത് കാണുള്ളൂ അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ലേയിങ് പീരീഡ് എന്ന് വിളിക്കുന്നത്. അത് 41 കിലോ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് പഠിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വാട്ടറിങ് സിസ്റ്റമാണിത്. ഫീഡിങ് ആൻഡ് വാട്ടറിങ്, അതുപോലെ തന്നെ ഹാങ്ങിങ് വാട്ടേഴ്സ് അല്ലെങ്കിൽ ഫീഡേഴ്സ് ആണിത്. ദെൻ ലീനിയർ ഫീഡർ ഉണ്ട്, ഷെൽ ഗ്രിറ്റ്, ഹോപ്പർ, ഓട്ടോമാറ്റിക് വാട്ടർ. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കോഴികൾക്ക് നമ്മുടെ ഫാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക വാട്ടറിങ് സിസ്റ്റം അല്ലെങ്കിൽ ഫീഡിങ് സിസ്റ്റമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.